ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വർക്ക് പറഞ്ഞാൽ ഫോർഡ് ഫിയസ്റ്റ ഡീസലാണ്. കസ്റ്റമർ കംപ്ലയിൻറ്റ് വണ്ടിക്ക് ബ്ലാക്ക് സ്മോക്ക്, പുള്ളിങ് കുറവ്, മൈലേജ് ഷോട്ട്, ഇതാണ് കസ്റ്റമർ കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മൾ ഈജർ അയച്ച് ക്ലീൻ ചെയ്യാൻ പോകട്ടോ. ഈജർ ബ്ലോക്ക് ഉണ്ടാവും, അതുകൊണ്ടാണ് ആ ബ്ലാക്ക് സ്മോക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്, പുള്ളിങ് കുറവും വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മൈലേജ് ഷോട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈജർ അയക്കാൻ പോകണം. ഈജർ അയക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എയർ ഫിൽറ്റർ അസംബ്ലി ആദ്യം അയച്ചു മാറ്റണം. അതിൻ്റെ അടിഭാഗത്താണ് ഈജർ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആപ്പിളിൻ്റെ ഓസിൻ്റെ ക്ലിപ്പ് നമ്മൾ ഊരിയിട്ടുണ്ട്, അത് മാറ്റി വയ്ക്കുക. അതിനുശേഷം ആ ഒരു ഓസ് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലോട്ട് ബാക്കിലൂടെ വലിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അടുത്ത് നമുക്ക് കഴിക്കാൽ ഇതാ ബാറ്ററിൻ്റെ എർത്ത് ഊരിയാണ് കേട്ടോ. അപ്പോൾ സെൻസറിൻ്റെ സോക്കറ്റും കാര്യങ്ങളൊക്കെ അഴിക്കാണ്ട്, നിയർമാ സെൻസറിൻ്റെ സോക്കറ്റും കാര്യങ്ങളൊക്കെ അഴിക്കാണ്ട് അപ്പോൾ നമ്മൾ ബാറ്ററിൻ്റെ എർത്ത് ഊരിട്ടു. ഇതാണ് സെൻസറിൻ്റെ സോക്കറ്റ് കേട്ടോ, എയർ ഫിൽറ്ററിൻ്റെ മുകളിൽ വരുന്ന സെൻസറിൻ്റെ സോക്കറ്റ്. അപ്പോൾ അത് അഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അഴിക്കാനുള്ളത് എയർ ഫിൽറ്ററിൻ്റെ അസംബ്ലീൻ്റെ 2 ബോൾട്ട് ഉണ്ട്. ഫ്ലവറിൻ്റെ 2 സ്ക്രൂ ബോൾട്ട് ഉണ്ടായിരിക്കും, അത് അഴിക്കണം. അത് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ അഴിച്ചതിന് ശേഷം പൊക്കിയാൽ മതി കേട്ടോ. പിന്നെ ഒന്നും വരുന്നുണ്ട്, പക്ഷേ ആ ഡീസലിൻ്റെ പമ്പ് ചെയ്യുന്നതുണ്ടല്ലോ, അത് ആ ക്ലിപ്പ് ജസ്റ്റ് അവിടെ നിന്ന് ഊരിയെടുക്കണം. ഈ ഭാഗത്ത് ഇതാണ് ഡീസൽ പമ്പ് ചെയ്യണമല്ലോ കേട്ടോ. ഇത് എയർ ഫിൽറ്ററിൻ്റെ മുകളിൽ വരുന്നത്, അത് ജസ്റ്റ് ഒന്ന് അതൊന്ന് മാറ്റി വയ്ക്കുക. അതിന് ശേഷം എയർ ഫിൽറ്റർ പൊക്കിയെടുത്താൽ മതി. ഓക്കെ, ഇവിടെ ഒരു സ്ക്രൂ ഉണ്ടായിരിക്കും കേട്ടോ. എയർ ഫിൽറ്ററിൻ്റെ എയർ വലിച്ചെടുക്കണ ആ ഭാഗത്തൊരു സ്ക്രൂ ഉണ്ടായിരിക്കും. ആ സ്ക്രൂ അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടോ, എയർ ഫിൽറ്റർ നമ്മൾ മാറ്റി വെച്ചു. അപ്പോൾ ഈ ജറിൻ്റെ ഈ പൈപ്പ് ഇതാണ് കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ട് നേരെ ബാക്കിലോട്ടാണ് പോണത്. ഇതാണ് ഈ ജറിൻ്റെ അസംബ്ലി. ഇവിടെയാണ് മോട്ടറും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ഇനി ഡീസൽ ഫിൽറ്ററിൻ്റെ അസംബ്ലി ആക്കാം. ഒന്നും കൂടി സുഖമായിട്ട് നമുക്ക് അയച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഈ അസംബ്ലി ഈ ഒരു കുറച്ച് സോക്കറ്റും കാര്യങ്ങളും അയച്ചെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ സുന്ദരമായിട്ട് ഈ ജറിൻ്റെ അസംബ്ലി ഫുള്ളായിട്ട് എടുക്കാൻ പറ്റും. അല്ലാതെ അയക്കുക, പക്ഷേ കുറച്ച് റിസ്ക് എടുക്കേണ്ടി വരും. അപ്പോൾ ആദ്യം നമുക്ക് ഡീസൽ ഫിൽറ്റർ അസംബ്ലി ആക്കാം. അപ്പോൾ അതിന് ഈ ഓസ് അയക്കണം. ഇവിടുത്തെ ഒരു ഓസ് ഉണ്ടായിരിക്കും. പിന്നെ ഈ സോക്കറ്റ് അസംബ്ലിമേ ഫിക്സഡ് ആയിരിക്കും. അപ്പോൾ അതൊന്ന് ഊരി മാറ്റി വെക്കണം. അതിന് ശേഷം 8ൻ്റെ ബോൾട്ട് ഒന്നുണ്ടായിരിക്കും അവിടെ. പിന്നെ ഉള്ളിൽ ഒരു ബോൾട്ട് ഉണ്ടായിരിക്കും. പിന്നെ ഫ്ലവറിൻ്റെ ഒരു സ്ക്രൂ കൂടി ഉണ്ടായിരിക്കും. അതും കൂടി അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡീസൽ ഫിൽറ്റർ പൊക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. 2 സെൻസർ ഡീസൽ ഫിൽറ്ററിൻ്റെ അസംബ്ലിമേ ഇരിക്കുന്നുണ്ട് കേട്ടോ. ആ സോക്കറ്റും കൂടി അയച്ചു മാറ്റിയതിന് ശേഷം വേണം പൊക്കിയെടുക്കാൻ. അപ്പോൾ ഓക്കെ, നമ്മൾ അസംബ്ലി അയച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഒരു സോക്കറ്റ്. പിന്നെ അടിഭാഗത്ത് ഒരു സോക്കറ്റ് ഉണ്ടായിരിക്കും. ഇതാണ് ഡീസൽ ഫിൽറ്ററിൻ്റെ മുകളിൽ തന്നെ 2 സെൻസറിൻ്റെ സോക്കറ്റ് കേട്ടോ. പിന്നെ ഇത് ഈ ജാറിൻ്റെ മോട്ടറിലേക്കുള്ള കണക്ഷൻ ഇതാണ് കേട്ടോ. അപ്പോൾ ആ സോക്കറ്റും അതൊന്ന് മാറ്റി വെച്ചേക്കാം. അപ്പോൾ ഓക്കെ, സോക്കറ്റും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ജാറിൻ്റെ ബോൾട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ 2 ഫ്ലവറിൻ്റെ ബോൾട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അത് അയക്കുക. പിന്നെ സെൻട്രൽ പൈപ്പിൽ ഒരു 10ൻ്റെ ബോൾട്ട് സ്റ്റഡ് ഉണ്ടായിരിക്കും, അത് അയച്ച് മാറ്റാം. അപ്പോൾ അയച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എത്ര ഉള്ളൂ ഈ ജാറിൻ്റെ പൈപ്പും കാര്യങ്ങളും. പൈപ്പ് കണ്ടോ നല്ലപോലെ ബ്ലോക്ക് ആയിട്ടുണ്ടോ, കാർബൺ ഡെപ്പോസിറ്റ് നല്ലപോലെ അടഞ്ഞിട്ടുണ്ട്. അവിടെ തന്നെ ബ്ലാക്ക് സ്മോക്കും കാര്യങ്ങളും ഉണ്ടായിരിക്കും, പുള്ളിങ് ഇത്തിരി കുറവുണ്ടായിരിക്കും കേട്ടോ. എനിക്കിത് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെ മോട്ടറും ഒന്ന് അയച്ചു നോക്കണം ബ്രോ. മോട്ടറിൻ്റെ ഉള്ളിലും കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ടായിരിക്കും. അതിൻ്റെ വാൽവ് സ്റ്റക്കാല ഇതുണ്ടായിരിക്കും കേട്ടോ. അടഞ്ഞിട്ടുണ്ടെങ്കിൽ വാൽവ് സ്റ്റക്കായി കഴിഞ്ഞാൽ ഈ ജാറിൻ്റെ പ്രവർത്തനം നേർക്ക് വർക്കാവില്ല കേട്ടോ. ഇതാണ് ഇതിൻ്റെ മോട്ടർ. 3 ബോൾട്ട് ഉണ്ടായിരിക്കും കേട്ടോ. ആ ബോൾട്ട് അയച്ചു കഴിഞ്ഞാൽ മോട്ടറിനകത്ത് കാർബൺ ഡെപ്പോസിറ്റ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് അഴിക്കാം നമുക്ക് ആദ്യം. അപ്പോൾ ഓക്കെ, അയച്ചിട്ടുണ്ട് കേട്ടോ. പൈപ്പും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. മോട്ടർ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിനകത്ത് കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ട് കേട്ടോ. ഇതിനകത്ത് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വാൽവ് പ്രോപ്പറായിട്ട് വർക്കാവില്ല കേട്ടോ. ചിലപ്പോൾ അവിടെ എവിടെയും സ്റ്റക്ക് ആവാനുള്ള സാധ്യത കൂടുതലാണ്. സ്റ്റക്ക് ആയിട്ടുണ്ടാകും, അത് സ്കാൻ ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതിനകത്തും ആ ഒരു വാൽവ് ഉണ്ട്. നല്ലപോലെ കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വാൽവ് വർക്കാവില്ല. ചിലപ്പോൾ വാൽവിൻ്റെ ഇടയിൽ പോയി കഴിഞ്ഞാൽ ഈ ജർ ഓപ്പൺ ആയിട്ടിരിക്കും. അങ്ങനെയൊക്കെ വരും കേട്ടോ, കംപ്ലൈൻറ്റ് വരും. അപ്പം ഇനി ഇതും നല്ലപോലെ എയറൊക്കെ അടിച്ച് ക്ലീൻ ചെയ്ത് റെഡിയാക്കണം. ഇതാ മോട്ടർ കേട്ടോ. ഈ മോട്ടറാണ് വർക്കാവുന്നത്, ഈ ജറിൻ്റെ വാൽവ് വർക്കായിപ്പിക്കുന്നത്. ഇനി നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മളിത് എല്ലാം ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം തിരിച്ച് അതേപോലെ തന്നെ ഫിറ്റ് ചെയ്തിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. കുറച്ച് നേരം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബ്ലാക്ക് സ്മോക്ക് ഉണ്ടാകും, പഴയ സ്മോക്ക് അതൊന്ന് ഓടിച്ച് ക്ലിയർ ആക്കി കൊടുത്താൽ